Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള അവരുടെ ഇപ്പോഴത്തെ ബന്ധത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുത്ത് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും എല്ലാ റീഡിങ്സും റെസനേറ്റ് ആവണമെന്നില്ല. നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രമേ എടുത്ത് കാണാവുള്ളൂ. ഫോഴ്സ്ഫുള്ളി ഇതാണ് എൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞ് റെസനേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. Page of Swords, Four of Wands, Three of Cups, the High Priest, the Fool, and Queen of Cups. Two of Swords, Two of Wands, Knight of Pentacles, the Lovers, and Ace of Wands, Seven of Cups, Three of Swords, അതുപോലെ തന്നെ 10 of Swords. ഓക്കെ, ഇത്രയും ഒരു എനർജീസാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളല്ലാതെ നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സണെ ഒന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ മീൻസ് ഒരു ബ്രേക്കപ്പ് ആക്കുകയോ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലെസ് കോണ്ടാക്റ്റിൽ പോയിട്ട് പൂർണ്ണമായിട്ട് നോ കോണ്ടാക്റ്റിലേക്കായതാണ്. ഒരു ചെറിയൊരു കാരണത്തിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നും മാറി നിന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മാറി നിന്നൊരു പേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ റീഡിങ്ങിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണ് നിങ്ങളല്ലാതെ ഉള്ളൊരു പ്രണയബന്ധത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ അത് ആരുമാവാം. ഫാദർ ആവാം, മദർ ആവാം, അമ്മയോ അച്ഛനോ മാതാപിതാക്കളോ ആവാം, സഹോദരങ്ങളാവാം, സുഹൃത്ത് ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അപരിചിതരായിട്ടുള്ളൊരു വ്യക്തികളാവാം. ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ റീഡിംഗ് എടുത്തത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളല്ലാതെയുള്ള ഒരു പ്രണയം, അതാണ് കാണാൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ളവർ മാത്രം ഇന്നത്തെ റീഡിങ് കാണുക. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ റീഡിങ് റെസനേറ്റ് ആകുക. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയിൽ വളരെ ഒരു സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു ബന്ധത്തെ അവർ തമ്മിൽ വാക്ക് തർക്കങ്ങളോ അല്ല, അവർ തമ്മിൽ നിലവിൽ ഒരു പ്രണയബന്ധം ഒരു ബ്രേക്കപ്പ് ആയിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർ തമ്മിൽ സെപ്പറേഷൻ അല്ല. ഇത് മുൻപത്തെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻപ് സ്നേഹിച്ചിരുന്ന ഒരു പേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനേക്കാളിലുപരി തേർഡ് പാർട്ടിക്ക് പ്രയോറിറ്റി കൽപ്പിച്ച് പോയൊരു പേഴ്സൺ തന്നെയാണ്. ഇപ്പം അവരുടെ ഒന്നില്ലെങ്കിൽ വിവാഹം ഉടനെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു റീസൺലി കഴിഞ്ഞ കുറച്ച് മാസം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ ഇവരുടെ ഒരു വിവാഹം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ റീഡിങ് നോക്കുമ്പോൾ. സോ ഇപ്പം ഇന്നത്തെ ഈ റീഡിങ്ങിൽ വളരെ വ്യക്തമാണ്
അവർ ആ ഒരു കുടുംബജീവിതത്തിൽ ഒരു സന്തോഷവാനായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അല്ലാതെ അവർ തമ്മിൽ ഒരു മിണ്ടാതിരിക്കുന്നതോ പരസ്പരം വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതോ ഉള്ള ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് നോക്കുക നേരത്തെ ചിലപ്പം ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിനെ വിവാഹം കഴിച്ചു പോയി എന്ന് മാത്രമല്ല ഇവിടെ കാണുന്നത്, പകരം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അതായത് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണോട് ആദ്യമേ തുടക്കകാലങ്ങളിൽ അവരുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭർത്താവുമായിട്ട് വലിയ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പം അവർ പക്ഷേ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി കൽപ്പിച്ച് നിൽക്കുന്നു. അതായത് എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള സന്തോഷങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. ഒരു സമയത്ത് തള്ളി പറഞ്ഞാണ് വേണ്ട, അപ്പം നമ്മളത് വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് അവരുടെ കുടുംബം മതി, അല്ലെ അവരുടെ കുട്ടികൾ മതി എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. മേ ബി ഈ പേഴ്സണും അവർക്കും കുഞ്ഞുങ്ങളുണ്ടായിരിക്കില്ല, എന്നാലും അവരെ അവരുടെ ഒരു ഭർത്താവ് മതി, അവരുടെ ഭാര്യ മതി എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പം ആ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്ന് ഇവിടെ വളരെ ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ പേഴ്സൺ എങ്ങനെ മാറണം, അവരുടെ അടുത്ത് നിന്ന് മാറണം എന്നുള്ളൊരു ചിന്തകൾ കൊണ്ടൊന്നും നിൽക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ ബന്ധത്തെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്, നിങ്ങളിപ്പം സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നതെന്ന് പോലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവരെ ഭയങ്കരമായിട്ടും ആരെയും സ്നേഹിക്കാത്ത വിധം അല്ലെങ്കിൽ ആരിലേക്ക് പോകാത്ത വിധം ആക്കി തീർത്തിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും അവരുടെ എല്ലാം അതായത് ആത്മാവിനെയും അല്ലെങ്കിൽ ശരീരത്തിനെയും എല്ലാം ഈ പേഴ്സൺ തേർഡ് പാർട്ടി തളച്ചിട്ടിരിക്കുവാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും മനസ്സിലാവാത്ത തരത്തിലാണ് അവരങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അത് കാരണം നിങ്ങളുടെ പേഴ്സണ് യാതൊരു വിധത്തിലുള്ള നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ ദുഃഖിക്കുന്നില്ല. അതായത് നിങ്ങളെ മാറ്റി പറഞ്ഞിട്ടാണല്ലോ, തള്ളി പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങനൊരു ബന്ധത്തിലേക്ക് വന്നത് എന്നുള്ളൊരു തരത്തിൽ അവർ ഒരു പശ്ചാത്തപിക്കുന്നില്ല. പശ്ചാത്തപിക്കത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ പേഴ്സൺ ഒരു വശീകരിച്ച് ചെയ്തിട്ടിരിക്കുകയെന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് യാതൊരു കാര്യങ്ങളും മനസ്സിലാവാത്തത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഈ ഒരു വ്യക്തി, നിങ്ങളിപ്പം എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സൺ അതറിയുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു അവർ എഫേർട്ട് എടുത്ത് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആക്കണം എന്നുള്ളൊരു രീതിക്ക് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള രീതിയാണ് ഇവരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഡിവൈൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. തേർഡ് പാർട്ടിക്കെന്ന് വെച്ചാൽ ഭയങ്കര അധികം ഇവരില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇവരെ അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് അവർ ഓൾറെഡി കണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഓൾറെഡി ഈ തേർഡ് പാർട്ടിക്ക് അറിയാമായിരിക്കും. ചില ആൾക്കാരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അറിയത്തില്ല എന്നും കാണിക്കുന്നുണ്ട്. എന്താണേലും ഈ പേഴ്സൺ അതായത് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ, മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു വ്യക്തിനെ അവരെന്തായാലും മാറ്റി നിർത്തത്തില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. സോ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ ഭയങ്കര സ്നേഹിച്ച് നിൽക്കുന്നുണ്ട്. അവർ എന്ത് വില കൊടുത്തും ഇവിടെ നിൽക്കും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഇവരുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നു, പണം എന്ന് പറയുന്നത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, മെൻ്റലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ശാരീരികപരമായിട്ടും മനസ്സുകൊണ്ടും ഇവർ തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എക്സ്ട്രാ മാറ്റലും പിന്നെ അതുപോലെ തന്നെ ഈ വ്യക്തി വേറെ വിവാഹം കഴിച്ചു പോയതും അല്ലാത്ത ആൾക്കാരുടെയും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളല്ലാതെ മറ്റൊരു ബന്ധം, ആ ഒരു പ്രണയബന്ധത്തിലേക്ക് പോയിട്ടുള്ളതായിട്ട്, അതായത് ഇപ്പോഴും അവർ വിവാഹം കഴിച്ചിട്ടില്ല, എന്നാൽ അവർ തമ്മിൽ പ്രണയബന്ധമായിട്ടുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർ നേരത്തെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന ആൾക്കാരായിട്ട് കൂടുതലായിട്ടും ഈ റീഡിങ്ങിൻ്റെ അകത്ത് കാണപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതാവാം. ഒരു കമ്മിറ്റ്മെൻറ്റ് തേർഡ് പാർട്ടിക്ക് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ഇപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്താവാൻ സാധ്യതയുണ്ട്. അവർ തമ്മിലാവാം
ഇപ്പം അവർ തമ്മിലാണ് ഇപ്പോഴത്തെ ആ ഒരു ബന്ധവും കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും തമ്മിൽ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു. കണക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും മേ ബി ഇപ്പം സുഹൃത്തുക്കളെ പോലെ ഭയങ്കര ഒരുപാട് വർഷമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാവാൻ തേർഡ് പാർട്ടീനെ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു ബന്ധം കണ്ട് ഭയങ്കര അസൂയപ്പെട്ട്, അല്ലെങ്കിൽ എനിക്കും അതുപോലുള്ളൊരു ബന്ധം, എനിക്കും അതുപോലുള്ളൊരു റിലേഷൻഷിപ്പ് കിട്ടുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു നിലയിലേക്ക് എനിക്ക് എത്താൻ പറ്റുമായിരുന്നെന്നൊക്കെ ഈ തേർഡ് പാർട്ടി ഭയങ്കര ഒരു അസൂയോടുകൂടിയാണ് നിങ്ങളുടെ ബന്ധത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ അതൊരു പ്രഷ്യസ് ടൈം തന്നെയാണ്. അതായത് ആർക്കും അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിക്കും ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെപ്പോലെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആ ഒരു രീതിക്ക് ഇവർ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ കോപ്പി അടിച്ച്, അല്ലെ നിങ്ങളെ വളരെയധികം ഭയങ്കരമായിട്ടും ഒരു മാനസികപരമായിട്ട് നിങ്ങളുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പം തേർഡ് പാർട്ടി ആ ഒരു വ്യക്തിയെടുത്ത് പെരുമാറാനും അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വിഷമം കൊടുത്തിട്ടാണല്ലേ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് കിട്ടണം. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ആക്കിയപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും കാണിക്കുന്നുണ്ട്. അവരുടെ ഹൃദയം പറിച്ചുകൊണ്ട് പോയൊരു ഫീലിംഗ് ആണ്. അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ തേർഡ് പാർട്ടിയിലേക്ക് എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ അത്രയും വിഷമമായിട്ട് ഈ പേഴ്സൺ പോയെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ലൈക്ക് ബ്ലാക്ക് മാജിക് അങ്ങനെ പല കാര്യങ്ങളും ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യം പല വിധേനയുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഈ തേർഡ് പാർട്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ അവരുമായിട്ട് കൂടുതലായിട്ട് യോജിക്കാനുള്ളൊരു കാരണം. അല്ലെ ന്യൂ റിലേഷൻഷിപ്പോ അല്ലെ മാരേജോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറാണ്, അവരുടെ ഒരു ദാമ്പത്യ ജീവിതവും വീണ്ടും ഒന്നിച്ചതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ അവരിലേക്ക് പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. മേ ബി ഇപ്പം നിങ്ങളുടെ ഒരു ബന്ധമെന്ന് പറയുമ്പോൾ ചിലപ്പം ഇവരുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കരുതെന്ന് മേ ബി നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിക്ക് ഒരു നിർബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ നിർബന്ധപ്രകാരം ചിലപ്പോൾ അവരായിട്ട് ഇങ്ങനെയുള്ളൊരു ചെയ്തികൾ ചെയ്തിട്ടാവാം തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത്. അതായത് ഇപ്പം കാസ്റ്റോ അല്ലെ ട്രഡീഷനോ പരമ്പരാഗതമായിട്ട് പിന്തുടർന്നു വരുന്ന കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതായത് ഇപ്പം സമ്പത്തിലും അല്ലെങ്കിൽ കാസ്റ്റിലും അങ്ങനെയുള്ള പല കാര്യത്തിലും സൗന്ദര്യം കൊണ്ടാവാം, അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കൊണ്ട് മേ ബി അവരുടെ ഫാമിലിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ലെന്ന് ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മേ ബി അതുകൊണ്ടും ആവാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയതിൻ്റെ ഒരു കാരണം. മേ ബി ഇപ്പം നിങ്ങളുമായിട്ട് പിന്തിരിക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ആവശ്യമായിരിക്കാം, ഫാമിലിയുടെ ഒരു ആവശ്യമായിരിക്കാം. ഇപ്പം യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിയായിട്ട് ഒന്നിച്ചപ്പം ആ ഫാമിലി ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഫാമിലി ആയിരിക്കാം മേ ബി ഈ തേർഡ് പാർട്ടീനെ ഇവരിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഫാമിലി ആവാൻ സാധ്യതയുണ്ട്. ഫാമിലിയും തേർഡ് പാർട്ടിയും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു കൈയോടുകൂടി പ്രവർത്തിച്ച വ്യക്തികളാവാനും സാധ്യതയുണ്ട്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ആവശ്യമായിരുന്നു നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ അകറ്റുക എന്ന്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇങ്ങനൊരു ശക്തി പ്രയോഗിച്ചത് കൊണ്ട് ഇവർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നോ പാസ്റ്റ് പ്രസൻറ്റ് ഇതൊന്നും മനസ്സിലാവത്തില്ല. കഴിഞ്ഞു പോയൊരു നാളുകളോ ഇപ്പോഴുള്ള അവർ ആ ഒരു ബന്ധത്തിൽ സന്തോഷിച്ച് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു കാരണങ്ങളോ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവത്തില്ല. ആ മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഈ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് വെക്കരുത്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് കോണ്ടാക്റ്റ് ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, ഒരുപാട് വർഷമായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ട് നിന്നിട്ട്. പക്ഷേ ഇതുവരെയും ആ ഒരു ട്രൂത്ത് റിവീൽ ആയിട്ടില്ലെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു സത്യം പുറത്ത് വന്നിട്ടില്ല. സത്യം പുറത്ത് വരാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ ഒരു സത്യം പുറത്ത് വരാതിരിക്കാൻ
ഇരുവരും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്ല, മേ ബി ഫാമിലിയും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരുപോലെ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. അവരുടെ ഒരു ആവശ്യമാണ് ഇതൊന്നും ഈ ഒരു പേഴ്സൺ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിരിക്കും. അവരുടെ ജീവിതം നശിപ്പിച്ചതിലും അവരുടെ ജീവിതം നഷ്ടമാക്കി കളഞ്ഞതിലും തേർഡ് പാർട്ടിക്കും ഫാമിലിക്കും ഈ പേഴ്സൺ എന്ന് പറയുന്ന ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തിയാവും. മേ ബി ഇപ്പോൾ ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഭയങ്കര നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അതായത് എല്ലാ കാര്യത്തിനും ഒരുപാട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ അവർക്ക് ആരെയും പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു വാശിയും ഭയങ്കര ദൃഢതയുള്ള അല്ലെങ്കിൽ ഭയങ്കര നല്ല തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പം തേർഡ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാവാം ഇവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനോ പറഞ്ഞ് മാറ്റാനോ നമുക്ക് സാധിക്കത്തില്ല എന്നും, അതുകൊണ്ട് മറ്റുള്ള വഴികൾ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി സ്വീകരിച്ചത്. ഈ ഒരു വ്യക്തിയെ പറഞ്ഞു മാറ്റാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെയാണ് അവരുടെ മനസ്സ് മാറ്റിക്കൊണ്ട് പോയത്. പറഞ്ഞു മാറ്റാൻ പറ്റുമായിരുന്നു അവർ പറഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിച്ചിട്ടേ കൊണ്ടുപോകുള്ളായിരുന്നു. ഈ ഒരു പേഴ്സൺ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നും വീഴുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ അങ്ങനെ വീണ് കൊടുക്കത്തില്ല. ഏതൊരു കാര്യത്തിലും അതിൻ്റെ ഒരു സത്യാവസ്ഥകൾ അറിഞ്ഞിട്ടേ പിന്നീട് അതിൻ്റെ ഒരു റിയാക്ഷൻസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പറ്റത്തില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോയെന്നാണ് കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി നമ്മളുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴും തേർഡ് പാർട്ടി ഇവരെ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഒരു അവരുടേതായിട്ടുള്ള രീതിക്ക് തന്നെ നിലനിർത്തിയിരിക്കുവാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോഴും അവരിൽ ഭയങ്കര ഒരു സന്തോഷത്തോടുകൂടി അതാണ് ശരിയെന്നുള്ള രീതിക്കുമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എൻ്റെ അടുത്തുനിന്ന് നമ്പറൊക്കെ ഡിലീറ്റായി പോയിട്ട് പോലും നമ്മളുടെ റീഡിങ് തപ്പിപ്പിടിച്ച് യൂട്യൂബിൽ നിന്ന് തപ്പിപ്പിടിച്ച് എന്നെ കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് തന്നെ പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുള്ള ഒരു മൈൻഡോടുകൂടി നിന്നത് കൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും. കാരണം നമ്മുടെ റീഡിങ് അത്രയും സത്യമാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.